പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിലെ രണ്ടാമത്തെ ഫ്ലോർ ഒരു ഫുള്ളായിട്ട് സീലിങ്ങിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്യാതെ ഇപ്പോൾ ഒരു പുതിയ മോഡലുണ്ടല്ലോ, നമ്മൾ കോഫി ഷോപ്പുകളൊക്കെ ചെയ്യുന്ന പോലെ അതേ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളായിട്ട് സീലിങ്ങിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എ സിൻ്റെ ഡക്റ്റ്, അതുപോലെ നമ്മളെ ലൈറ്റുകളൊക്കെ നമ്മൾ ഹാങ് ചെയ്തിട്ട് കേബിൾ ട്രേ അടിച്ചിട്ട് അതിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു സ്റ്റൈല്, പുതിയൊരു ട്രെൻഡ്. ഈ ഒരു ഏരിയ വലിയ ഒരു ഏരിയ ഫുള്ളായിട്ട് അങ്ങനെ വരുന്നത്, അതിന് വേണ്ടി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾ ട്രേ എങ്ങനെയാണോ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സാമ്പിൾ മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ കാണിക്കാം, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ മോഡൽ മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇത് കൺഫേം ആയിട്ട് റെഡി ആവണമെങ്കിൽ അതേ ലെവലും ഹൈറ്റും ഒക്കെ ഭംഗിയൊക്കെ നോക്കിയിട്ട് വേണം ഇത് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേബിൾ ട്രേൻ്റെ പൗഡർ കോട്ടിംഗ് അല്ല, ഇത് സാമ്പിളിന് വേണ്ടിയിട്ട് ഇതാ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ബ്ലാക്ക് പൗഡർ കോട്ടിങ് ചെയ്തിട്ടുള്ളത് ആണ് വരുന്നത്. ഇത് 50 സെൻറ്റിമീറ്ററിൻ്റെ 50 mm 5 സെൻറ്റിമീറ്റർ വീതിയുള്ള കേബിൾ ട്രേയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആവശ്യമുള്ള കേബിളുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റുകളെല്ലാം ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ കേബിൾ നമ്മളെ ലൈറ്റ്, ട്രാക്ക് ലൈറ്റ്, അതുപോലെ ആംഗിൾ ടൈപ്പ്, ഫോക്കസ് ലൈറ്റ്, എല്ലാവിധ ലൈറ്റുകളും നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. മുകളിൽ നമ്മൾ ത്രെഡ് റാഡ് ഫിക്സ് ചെയ്തിട്ടാണ്, ഹാങ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒറ്റ ത്രെഡ് റാഡ്. അങ്ങനെ 2 മീറ്ററിൽ നമുക്ക് ഏകദേശം 3 എണ്ണം ഓരോ മീറ്റർ ഇടവിട്ടുകൾ ത്രെഡ് റാഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളർ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഒരു അധികം കാണില്ല. താഴേക്ക് അടിക്കുന്ന ലൈറ്റുകളോ മുകളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല വൃത്തിയിൽ അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ല ആംഗിളൊക്കെ ആക്കിയിട്ടാണ് അടിക്കുന്നത്, സ്ക്വയർ ടൈപ്പ് ഈ ഒരു ഏരിയയിലൊക്കെ. അതിൻ്റെ ഒരു ഡ്രോയിങ് ഉണ്ട്, അത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോണ്ടിയൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പോവുകയും ചെയ്യും, അതൊന്നും കാണില്ല. താഴേക്ക് ലൈറ്റുകൾ മാത്രം കാണുന്ന രീതിയിൽ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിൽ ചെയ്യാൻ കഴിയും, നല്ല സ്ട്രൈറ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ട്രേ ഫിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലൈനെല്ലാം പിടിച്ചിട്ട് നല്ല വൃത്തിയിൽ ചെയ്യണം. അതിൻ്റെ ലൈന് കറക്റ്റ് ആയിരിക്കണം. ചെറിയ ആംഗിളൊക്കെ അങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബാക്കി വർക്കുകൾ വളരെ സിമ്പിളായിരിക്കും. നമുക്ക് ജിപ്സത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലേനും. മാത്രമല്ല നമുക്ക് പിന്നീട് മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ വളരെ സുഖമായിരിക്കും മെയിൻ്റനൻസ് ചെയ്യാൻ. കാരണം ഈ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ജിപ്സം കട്ട് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നും വരില്ല. ഇനി നമുക്ക് അഡീഷണലായിട്ടൊരു പോയിൻറ്റുകളൊക്കെ അഡീഷണലായിട്ട് വേണമെന്നെങ്കിൽ അത് നമുക്ക് പിന്നീട് വലിക്കാനാവും. എല്ലാത്തിനും നമുക്ക് പറ്റും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ഒരു കേബിൾ ട്രേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ വരുന്നത് ഇവിടെയൊക്കെ നല്ല ലൈനിൽ ഇങ്ങനെ ഒരു 1.5 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ലൈനിലും അങ്ങ് വരെ ലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം ഫിക്സ് ചെയ്ത് ലൈറ്റെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ ലൈനിൽ വരുമ്പോൾ സ്ക്വയറിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഫിനിഷിങ് കട്ടിങ്. ഇപ്പോൾ എല്ലാ ഈ കോഫി ഷോപ്പുകൾ, മാളുകൾ, അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഇത് കൂടുതലായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽസിലും ഇപ്പോൾ ഇവിടെയും അതുപോലെ ചെയ്യാന്നുള്ള രീതിയിലാണുള്ളത്. ഇനി ടെക്സ്റ്റൈൽസിലും ചെയ്യുന്നുണ്ട് കേട്ടോ, പല രീതിയിലും ചെയ്യുന്നുണ്ട്. സീലിംഗ് എല്ലാം ഒഴിവാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കേബിൾ ട്രേ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് ചെറിയ റേറ്റിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓക്കെ, താങ്ക് യു.